അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുടികളൊക്കെ നരപ്പിച്ച് കളഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, യാ അബ്ദി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, യാ അള്ളാഹ്, എന്താണ് ഇത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇബ്രാഹിമെ, ഞാൻ നിന്നെ ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ്. മുടിയൊക്കെ നരച്ചുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്നെ ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ് എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തിരിച്ചു പറഞ്ഞു, എന്നാൽ ഒരു മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, അങ്ങനെയാണെങ്കിൽ ആദരവ് കുറയ്ക്കരുത്, ആദരവ് കൂട്ടണം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ താടിയും മുടിയും രോമങ്ങളും ഒക്കെ നരച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവ് കൂട്ടി, ബഹുമാനം കൂട്ടി. തിരുപ്പെട്ട ഹദീസുകളിലൊക്കെ ഒരാൾ നരച്ച മുടി അല്ലെങ്കിൽ താടി അയാൾ കറുപ്പിക്കരുത്. കറുപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം അവനിൽ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഒരു നരച്ച മുടി പറിക്കരുത്. അത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പ്രകാശമാണ്. മുസ്ലിമായിരിക്കെ ഒരാളെ മുടി നരച്ചാൽ അത് കാരണം അവന് ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് നിർത്തിയോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, സ്വർഗത്തിൽ അവൻ്റെ ദറജ ഉയർത്തപ്പെടും, അവൻ്റെ പദവി ഉയർത്തപ്പെടും, ഈ മുടിയും താടിയും നരച്ചതിൻ്റെ പേരിൽ.